മുബഷീർ, ഇപ്പോൾ നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ദൗത്യം തുടരാം. പുതിയ സംവിധാനങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയതുപോലെ തന്നെ ഈ ഫിഷിംഗ് ബോട്ടുകളും ഒപ്പം ഡിങ്കിയും ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് ആ മൺകൂനയ്ക്ക് അടുത്തേക്ക് പോവുക, അടിയൊഴുക്ക് ശക്തമായ മേഖലയിൽ പരമാവധി ഡൈവ് ചെയ്ത് ഈ കോൺടാക്ട് പോയിന്റ് 4-ൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക, അതിലേക്ക് കടക്കുകയാണോ? എന്താണ് മുബഷീറിന് അവിടെ കാണാൻ കഴിയുന്നത്? തീർച്ചയായും ഇവിടെ നമ്മൾ കർണാടകയുടെ ഈ ഒരു നിലപാടിനെ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. കാരണം നിഷ്ക്രിയമായ പ്രവർത്തനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളെ ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിക്കുന്നില്ല. സ്വാഭാവികമായും ഇവിടെ നിലനിൽക്കുന്ന ഒരു അലംഭാവം ചൂണ്ടിക്കാണിക്കാൻ മാധ്യമങ്ങളെ ഒരു മേഖലയിൽ നിന്ന് ദൃശ്യങ്ങൾ എടുക്കാൻ പോലും ഇവിടെയുള്ള പോലീസ് സംവിധാനം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മറുഭാഗത്ത് സുരക്ഷിത മേഖലയിൽ നിന്നുകൊണ്ട് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് പോലും പോലീസ് അനുവദിക്കുന്നില്ല. വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങളൊന്നും എത്തിക്കാതെ മാധ്യമ പ്രവർത്തകരെ തടയുന്ന ഒരു സമീപനം ഇവിടെ നിന്നുള്ള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ നിന്ന് നമ്മളോട് പൂർണ്ണമായും മാറാനാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ഒരു ദൗത്യം ആ നിലയിൽ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെ പൂർത്തിയാക്കാനാകുമെന്നുള്ളതാണ് ഈ നോക്കിക്കാണേണ്ടത്. അല്ലാത്ത അതിനും അപ്പുറത്തുള്ള ഒരു സംവിധാനങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി എത്തിച്ചേർന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത് നമുക്ക് മുൻപിലുണ്ട്. അതായത് ഗോവയിൽ നിന്നും പാൻറ്റൂൺ സംവിധാനം എത്തിച്ചുകൊണ്ട് അത് ഈ 4ാമത്തെ സിഗ്നൽ കണ്ടെത്തിയ മേഖലയിൽ സ്ഥാപിച്ച് വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തും. അതിൽ കൃത്യമായ ആത്മവിശ്വാസം സംസ്ഥാനത്തെ മന്ത്രിമാർക്കുണ്ടായിരുന്നു. ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനമായിരുന്നു. എന്നാൽ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് രാജസ്ഥാനിൽ നിന്നും വലിയ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതും എത്തിക്കാൻ സാധിച്ചില്ല. ഒരു പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ നിർണായകമായ പല വിവരങ്ങൾ ലഭിക്കുന്ന പശ്ചാത്തലത്തിലും അത്രത്തോളം ആത്മാർത്ഥമായ ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നൊരു വിമർശനം കേരളം ആ നിലയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്, അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴത്തെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, പ്രധാനപ്പെട്ട സിഗ്നൽ ലഭിച്ച ലോറിയുടെ ഒരു ഭാഗമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ മൺതിട്ടയോട് ചേർന്ന ഭാഗത്തേക്ക് ഇപ്പോൾ ഏകദേശം 4 ബോട്ടുകൾ അടുപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ നാവികസേനാ വിഭാഗമുണ്ട്. കൂടാതെ ഇന്ന് രക്ഷാദൗത്യത്തിൽ നേതൃത്വം കൊടുക്കുന്ന വെള്ളത്തിലിറങ്ങി പരിശോധന നടത്താൻ പോകുന്ന ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവുമുണ്ട്. ഇന്നലെ നമുക്കറിയാം, ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന കടലിനോട് പൊരുതി പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള വ്യക്തി ഈ മേഖലയിലെത്തിയ സാഹചര്യത്തിൽ മാത്രമായിരുന്നു ഒരു ഒരു എന്താ പറയാ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ആ നിലയിലുള്ള ഒരു നീക്കം കാണാൻ സാധിച്ചിരുന്നത്. ഒരു പക്ഷേ മറ്റു നേവിയുടെ മുങ്ങൽ വിദഗ്ധരൊന്നും തന്നെ അതിനു മുൻപ് വെള്ളത്തിൽ ഇറങ്ങിയിരുന്നില്ല. തിരച്ചിലിന്റെ 12ാമത്തെ ദിവസം ഈശ്വർ മാൽപ്പ വെള്ളത്തിലിറങ്ങുന്നു. ദുർഘടമായ കുത്തൊഴുക്കുള്ള ഗംഗാവലി പുഴയിൽ ഇറങ്ങി അദ്ദേഹം തിരച്ചിൽ നടത്താൻ തയ്യാറാകുന്നു. ഇന്ന് രാവിലെ ഉൾപ്പെടെ അദ്ദേഹം സംസാരിച്ച സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നത് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് വെള്ളത്തിലിറങ്ങിയത്. വലിയ അവശിഷ്ടങ്ങൾ അവിടേക്ക് വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇലക്ട്രിക് കമ്പികളൊക്കെ തന്നെ മരങ്ങൾക്കിടയിൽ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ വകഞ്ഞു മാറ്റിയാൽ മാത്രമേ അടിത്തട്ടിലുള്ള ട്രക്കിന്റെ ഒരു ഭാഗത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എത്തിയാലും അതെങ്ങനെ പുറത്തെടുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസകരമായ ദൗത്യം തന്നെയാണിത്. അതിനെന്തുകൊണ്ട് ഇവർ ഇത്രയും ദിവസമായിട്ടും സംവിധാനങ്ങൾ എത്തിക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. ഇവിടെ നിലനിൽക്കുന്ന ഒരുപക്ഷെ ഏകോപനമില്ലായ്മയാണോ എന്ന കാര്യത്തിലൊക്കെ അവർ തന്നെയാണ് പുനർവിചിന്തനം നടത്തേണ്ടത്. കാരണം ഇത്രത്തോളം ദിവസം ഇതിനുവേണ്ടി കാത്തിരുന്നിട്ടും എവിടെയാണ് ഇവർക്ക് വീഴ്ച സംഭവിക്കുന്ന കാര്യത്തിൽ അവർ ചിന്തിക്കുന്നില്ല എന്ന് വേണം പ്രത്യേകം എടുത്തു പറയാൻ. ഒരു ഭാഗത്ത് ഇവരെയൊക്കെ തന്നെ എന്താ പറയാ ആ നിലയിൽ മൺതിട്ടയോട് ചേർന്ന ഭാഗത്തേക്ക് അടുപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ അല്പസമയത്തിനുള്ള ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുജയ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ രാവിലെ ഈശ്വർ മാൽപ്പെ തന്നെ സംസാരിച്ച ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞിരുന്നത്, അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നുണ്ട്, അതായത് നിലവിലെ സാഹചര്യത്തിൽ താങ്കൾ മാത്രമാണോ ഈ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് മാത്രമേ ഇറങ്ങാൻ കഴിയൂ, നിങ്ങളത് കണ്ടതല്ലേ, ബാക്കിയുള്ളവരൊന്നും വെള്ളത്തിൽ ഇറങ്ങില്ല, എനിക്ക് ഇറങ്ങാതെ കഴിയില്ല, ഞാനും ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്, എനിക്കങ്ങനെ പിന്മാറാൻ സാധിക്കില്ലല്ലോ എന്നൊരു മറു ചോദ്യം അദ്ദേഹം നമ്മളോട് തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ എത്രത്തോളമാണ് ഇവിടെയുള്ള ഒരു സാഹചര്യം എന്ന് നമ്മൾ അതിലൂടെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം വീണ്ടും പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഈ ഭാഗത്തു നിന്നും പോലീസ് മാധ്യമങ്ങളെ പൂർണ്ണമായും മാറ്റിയതിനാൽ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണെങ്കിലും ഒരു ഭാഗത്തുനിന്നും കാണുന്ന കാഴ്ച എന്നുള്ളത് ഏകദേശം 5ഓളം ബോട്ടുകൾ ആ മൺതിട്ടയോട് ചേർന്ന ഭാഗത്തുണ്ട്. ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധന നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. മനുഷ്യനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ദൗത്യം
അങ്ങനെ മാത്രമേ ഇനി പറയാൻ കഴിയുകയുള്ളൂ. കാരണം അതിനുമപ്പുറത്തുള്ള യന്ത്രങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഇവർ തയ്യാറായിട്ടില്ല. സാങ്കേതിക പ്രശ്നമാണ് അതിന് കാരണമെന്ന് മന്ത്രി റിയാസ് പറഞ്ഞിരുന്നു. അത് സാങ്കേതിക കാരണങ്ങൾക്കും അപ്പുറത്ത് ഏകോപനമില്ലായ്മ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് കൃത്യമായി സംസ്ഥാനത്തിന്റെ പ്രതിനിധികൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തിരച്ചിലിന്റെ പ്രധാനപ്പെട്ട 13ാമത്തെ ദിവസം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇനി നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം ബോട്ടും മത്സ്യത്തൊഴിലാളികളുടെ യന്ത്രബോട്ടുകളൊക്കെ തന്നെ ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. പ്രദേശത്തെ ഈ പുഴയുടെ ഗതി അറിയുന്ന, പുഴയെക്കുറിച്ച് അറിയുന്ന, ഒഴുക്കിനെ കുറിച്ച് അറിയുന്ന മത്സ്യത്തൊഴിലാളികൾ തിരച്ചിലിന് മുൻപായി ഈ മേഖലയിലൂടെ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന നടത്തി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് റോന്ത് ചുറ്റുന്നത് നമുക്ക് ദൂരെ നിന്നും കാണാൻ സാധിക്കും. എന്തായാലും എന്തും എല്ലാവരെയും പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു കാര്യം ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ നിർണായകമായ സിഗ്നൽ ലഭിച്ചിട്ട് അവിടെ നിന്നും ലോറിയെ പുറത്തെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഏറെ സങ്കടകരമായ കാര്യം തന്നെയാണ്. അത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. നിലവിൽ വീണ്ടും ഈ മൺതിട്ടയോട് ചേർന്ന ഭാഗത്തുള്ള പരിശോധനയ്ക്ക് തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഊന്നൽ നൽകുന്നത്. മഴയൊക്കെ തന്നെ മാറി നിൽക്കുന്നുണ്ട്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. പൊതുവെ ഈ സമയത്തൊക്കെ തന്നെ അതിരൂക്ഷമായ മഴ ഈ ഒരു മേഖലയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ രീതിയിലുള്ള ഒരു കാലാവസ്ഥയല്ല, അനുകൂലമായ സാഹചര്യമാണ്. പക്ഷേ നിലവിൽ നമ്മൾ ഈ കാണുന്ന ഗംഗാവലി പുഴ പുറത്തൊക്കെ തന്നെ ശാന്തമായി കാണുന്നുണ്ടെങ്കിലും കുത്തൊഴുക്ക് അതിരൂക്ഷമാണ്. ഒരു തരത്തിലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അതായത് കടലിനോടൊക്കെ പൊരുതുന്ന അതിനിർണായകമായ പലതരത്തിലുള്ള ദൗത്യങ്ങളിലും ഏർപ്പെട്ട് പരിചയമുള്ള ഈശ്വർ മാൽപ്പയെ പോലുള്ള ഒരു വ്യക്തിക്ക് പോലും ഇവിടെ ഇറങ്ങുമ്പോൾ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഇതിന്റെ ഒരു അടിയൊഴുക്ക് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗംഗാവലി പുഴയുടെ എതിർവശത്തുള്ള ഓരത്തോട് ചേർന്നുള്ള റെയിൽവേ പാലത്തിന് സമീപത്താണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കടൽ സംഗമിക്കുന്ന മേഖലയാണ്, കടലും പുഴയും സംഗമിക്കുന്ന മേഖലയാണ്. ഇന്നലെ ഞാനൊന്ന് ദീപക്കിലേക്ക് പോവുകയാണ്. ദീപക് മലയമ്മ, ഇപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഈ കയറ് ബന്ധിപ്പിച്ചപ്പോൾ ആ കയറ് കെട്ടഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കൂടുതൽ റോപ്പുകളൊക്കെ, അതും ശക്തിയുള്ള വടമൊക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ടോ? എങ്ങനെയാണ് ഇവരെ ഈ ടഗ് ചെയ്യുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ദൗത്യസംഘത്തിന്റെ ഇപ്പോഴത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം ആ മുളയുറപ്പിച്ച കോൺടാക്ട് പോയിന്റ് 3-യിലാണോ? CP4-ലേക്ക് അവർ നീങ്ങുന്നില്ലേ? മുഖ്യമന്ത്രിയായിട്ട് അല്ല, ഫർദർ സ്റ്റെപ്സിനെ കുറിച്ച് ഒന്ന് മുഖ്യമന്ത്രിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ശരി. സുജയ, ഞാൻ ആ ചോദ്യം കൃത്യമായി കേട്ടില്ല. ഞാൻ മിനിസ്റ്ററുമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ റവന്യൂ മിനിസ്റ്ററുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിദ്ധരാമയ്യയുമായി സംസാരിച്ച കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ച് വേണ്ടത് നടപ്പിലാക്കാം എന്നുള്ള നിലപാട് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു എന്നുള്ളതാണ് മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി സുജയ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ദീപക്, ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ദൗത്യസംഘം നിലയുറപ്പിച്ചിരിക്കുന്നത് നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ ആ കോൺടാക്ട് പോയിന്റ് 3 എന്ന് ഐഡന്റിഫൈ ചെയ്ത ഭാഗത്തല്ലേ? മുളയൊക്കെ കുത്തിയുറപ്പിച്ച ഭാഗത്തല്ലേ? യെസ് ആ ദൃശ്യങ്ങൾ അവിടെ ലഭ്യമാകുന്നുണ്ടല്ലോ അല്ലേ? അതായത് നമ്മൾ കോൺടാക്ട് പോയിന്റ് 3 എന്ന കഴിഞ്ഞ ദിവസം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാർ നൽകിയിരിക്കുന്ന ആ പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈശ്വറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ തെരച്ചിൽ നടക്കുന്നത്. അവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈശ്വറുണ്ട്, ഒപ്പം തന്നെ മറ്റൊരു NDRFിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരാൾ കൂടി ആ മൺതിട്ടയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആങ്കർ ഘടിപ്പിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മറ്റൊരു ദൃശ്യവും കൂടിയുണ്ട്. അതായത് ബൂം എക്സ്കവേറ്റർ ഇന്നലെ തന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ ബൂം എക്സ്കവേറ്റർ ഈ മേഖലയിലേക്ക് പൂർണ്ണമായും ഇറക്കി നിർത്തി ഇവിടെ നിന്നും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കയർ താഴേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഈ കയർ ഉപയോഗിച്ച് ബോട്ടുകൾ ആങ്കർ ചെയ്യാനുള്ള സംവിധാനം, കരയിൽ നിന്നും കയർ, അതായത് ശക്തിയുള്ള അല്ലെങ്കിൽ പവറായിട്ടുള്ള കയർ ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് അത് നൽകുകയാണ്. അങ്ങനെ അതുപയോഗിച്ച് കൂടുതൽ മേഖലയിലേക്ക്, നദിയുടെ നടുത്തലത്തിലേക്ക് എത്തിച്ചേർന്ന് അവിടെ ആങ്കർ ചെയ്ത് നിൽക്കാൻ കഴിയുന്ന സംവിധാനം ഒരു വശത്ത് നടക്കുന്നുണ്ട്. മറുവശത്തേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോവുകയാണെങ്കിൽ ഒരേ സമയം തന്നെ നമുക്ക് അവിടെ മറ്റ് കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കും. അത് കൃത്യമായി തന്നെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം CP3 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്പോട്ട് 3 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കൂടുതൽ മെറ്റൽ പാർട്ടുകൾ ഉണ്ട് എന്ന് നേരത്തെ ഐബോർഡ് പരിശോധനയടക്കം സ്ഥിരീകരിച്ച മേഖലയിൽ
തന്നെ ഇന്നും പരിശോധന നടത്തുകയാണ്. ഇന്നലെ ചില സംശയങ്ങൾ ആ മേഖലയിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഈശ്വർ മൽഫയുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ആ മേഖല കേന്ദ്രീകരിച്ച് ഒന്നുകൂടി പരിശോധന നടത്തണം എന്നുള്ളതാണ്. അതായത് ആ മേഖലയിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മെറ്റൽ പാർട്ട് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ആ മെറ്റൽ പാർട്ട് ഈ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് ഒരു റിസൾട്ടായിരിക്കും. അത്തരം റിസൾട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. അതേസമയം തന്നെ മറുവശത്ത് CP4 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ സിഗ്നൽ കാണപ്പെട്ട മേഖലയിലേക്ക് ഇപ്പോൾ ഒരു മത്സ്യബന്ധന വള്ളം എത്തിച്ച് അവിടെയും കയറുകൾ ഉൾപ്പെടെ ബന്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ നദിയുടെ ഏതാണ്ട് ഒത്ത നടുക്ക് നിൽക്കുന്ന ഭാഗങ്ങളിലെല്ലാം കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ ഇപ്പോൾ ഈ ഒരു സംയുക്ത ഓപ്പറേഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ ഒരു ബാർജ് മൗണ്ടഡ് ആയിട്ടുള്ള പ്രൊക്ലൈനൊക്കെ എത്തുകയാണെങ്കിൽ ഈ കാണുന്ന മൺതിട്ടകൾ എളുപ്പത്തിൽ നീക്കി മാറ്റാൻ കഴിയുകയും അതിന് താഴെ എന്ത് ലോഹ പാർട്ടുകൾ ഉണ്ടെങ്കിലും അത് എളുപ്പം പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് ഉതകുന്ന ഒരു സാഹചര്യം ഈ മേഖലയിലേക്ക് ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. 2 ബ്രിഡ്ജുകളുണ്ട്, അതാണ് തടസ്സം. അതിനെ താഴെ ഭാഗത്തുകൂടി അത് ഈ മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യക്ഷമമായി ഡീപ്പ് ഡൈവിംഗ് നടത്തി അത്തരം മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കുറച്ചുകൂടി വ്യക്തമാകുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കും. ഇവിടെ നിന്ന് അല്പം അങ്ങോട്ട് മാറി വെക്കുകയാണെങ്കിൽ പുഴയുടെ ഓരത്താണ് നിൽക്കുന്നത്, പലയിടത്തും മണ്ണിടിഞ്ഞ് കിടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കണമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കുറേ ദിവസങ്ങളായി തുടർച്ചയായി നിൽക്കുകയാണ്. ദീപക്കും ക്ഷീണിതനാണ് എങ്കിലും തുടർച്ചയായി വാർത്തകൾ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദീപക് മലയമ്മയും നമ്മുടെ വാർത്താ സംഘവും നദിയിലെ ദൃശ്യങ്ങൾ, ഒപ്പം ആ വൺതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഇതെല്ലാം പല കോണുകളിൽ നിന്ന് നമ്മുടെ ടീം എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നദിയിൽ കഴിഞ്ഞ ദിവസം പോളുകൾ ഘടിപ്പിച്ചത് കോൺടാക്ട് പോയിന്റ് 3-യിലാണ്. കോൺടാക്ട് പോയിന്റ് 4 ആയി ഐബോ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയത് ഇപ്പുറത്ത് മൺതിട്ടയുള്ള ഭാഗമാണ്. അവിടെ ഇപ്പോൾ നദിയുടെ അടിത്തട്ടിലെ മണ്ണ് പോലും ഇറോഷനിലൂടെ മുകളിലേക്ക് വന്ന് കിടക്കുന്നത് നമുക്ക് കാണാം. ഈശ്വർ മാൽപ്പയും സംഘവും ഇപ്പോൾ കോൺടാക്ട് പോയിന്റ് 3-യിലാണ് ആദ്യം എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോൺടാക്ട് പോയിന്റ് 3-യിൽ ആദ്യഘട്ടത്തിൽ മുങ്ങിയപ്പോൾ 4 ഡൈവുകളിലും തനിക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ടാങ്കറിൻ്റെ ഭാഗങ്ങളല്ല, മറിച്ച് ഈ വീട് മേഞ്ഞത് എന്ന് നമ്മൾ കരുതുന്ന തകരപ്പാളിയുടെ ഭാഗങ്ങളാണ്. ആ വീടിൻ്റെ ഭാഗങ്ങൾ, ഒപ്പം കമ്പികൾ, അതൊക്കെയാണ് അവിടെ കിടക്കുന്നത്. മാത്രമല്ല ഈ ടവറിൽ നിന്ന് പൊട്ടിവീണ കേബിളിൽ കുടുങ്ങിക്കിടക്കുന്ന വലിയ മരങ്ങളും ആ ഭാഗത്തുണ്ട് എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നദിയുടെ നടുവിലായി ഇപ്പോൾ ദൗത്യസംഘം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ തെരച്ചിലും ഈ ഡൈവിംഗ് അത് കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി കൂടുതൽ കയറുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം കരയിൽ നിന്നുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ദൗത്യസംഘം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ഈ ദൗത്യത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കുന്നത്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പമുണ്ട്. മുബഷിർ, ദീപക് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കയറുകൾ എത്തിച്ചുകൊണ്ട് കൂടുതലായി സുരക്ഷയൊരുക്കാൻ നദിയിൽ നിന്ന് 132 മുതൽ 150 മീറ്റർ വരെയുള്ള ഭാഗത്തേക്ക് ഇപ്പോൾ ഡൈവിംഗ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെരച്ചിൽ തുടരുന്നതിനാവശ്യമായ സന്നാഹങ്ങൾ ഒരുക്കുക, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും സുജയ പാർവതി, അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരച്ചിലിന് ആവശ്യമായ കയറുകളൊക്കെ തന്നെ എത്തിച്ച് അതൊക്കെ തന്നെ പൂർണ്ണമായും അവിടെ സജ്ജമാക്കിയതിനു ശേഷമായിരിക്കും ഈശ്വർ മാൽപ്പ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. കുത്തൊഴുക്ക് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് ഒരു പക്ഷെ നമുക്ക് വെള്ളത്തിന്റെ മുകൾ ഭാഗം കാണുമ്പോൾ ഒരു പക്ഷെ തോന്നിയേക്കാം. പക്ഷെ അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ട്, അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് തിരച്ചിലിനെ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊന്നും തന്നെ വളരെ വേഗത്തിൽ വെള്ളത്തിൽ ഇറങ്ങാൻ ഇവർ തയ്യാറാകാത്തതും. ഇപ്പോൾ എല്ലാ ബോട്ടുകളും ഇവിടെ സജ്ജമായി കഴിഞ്ഞു. നാവികസേനയുടെ ബോട്ട് ഒരു ഭാഗത്തോട്ട്, പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ അവരുടെ യന്ത്ര ബോട്ടുകളിലുണ്ട്. മറുഭാഗത്ത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവുമുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇവരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 30 അടിയോളം താഴ്ചയിലുള്ള ട്രക്കിന്റെ ഒരു ഭാഗം അത് കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഈശ്വർ മാൽപ്പെ.